Students, then we move to how can we find out the solutions of a given linear equation in two variables. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വേരിയബിൾസിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ പഠിച്ചു എന്താ, ഒരു വേരിയബിളിലുള്ള ലീനിയർ ഇക്വേഷന് യുണീക്ക് സൊല്യൂഷനെ കാണത്തുള്ളൂ എന്ന് പഠിച്ചു അല്ലേ. ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ കാണത്തുള്ളൂ. യുണീക്ക് എന്ന് പറയുന്ന മീനിങ് എന്താ, വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ എന്നാണ് മീനിങ്. ഇവിടെ രണ്ട് വേരിയബിൾസിലുള്ള ലീനിയർ ഇക്വേഷൻസ് തന്നാൽ അതിനകത്തുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്ന് അറിയാമോ? A solution means a pair of values 1 for x and 1 for y which satisfies the given equation. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരുവാണെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു തൊട്ട് മുന്നേ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. വിച്ച് വൺ? എക്സ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നുള്ളത്. ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. എന്ന് പറഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ സെറ്റ് എന്നാണ്, സൊല്യൂഷൻ സെറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നതാണ്. നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങുകയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഈസിലി. ഓക്കെ, ലിസൺ ഹിയർ. ഓക്കെ, ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് സൊല്യൂഷൻ സെറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഒന്നുകിൽ നമ്മൾ ഈ ഇക്വേഷനെ എക്സ് ഈക്വൽ ടു എന്നും പറഞ്ഞ് മാറ്റി എഴുതുക, അല്ലെങ്കിൽ ഓർ വൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് മാറ്റി എഴുതുക. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ എളുപ്പത്തിൽ നോക്കി എക്സ് ഇസ് ഈക്വൽ ടു ഈ -2y ഞാൻ ഇങ്ങേപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്തായിട്ട് മാറി, 2y എന്നായിട്ട് മാറ്റി എഴുതി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ? നിങ്ങൾ 7th പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനർ നമ്മൾ പഠിച്ചപ്പോഴേ അവിടെ ഒറ്റ വേരിയബിൾസ് മാത്രം ഉള്ളെങ്കിൽ നോക്കി ഈ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. x is equal to 2 plus y എന്ന് എഴുതുവാണെങ്കിൽ ഇയാൾ നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? അതായത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ വൈ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, വൈ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നതിനോട് തുല്യമാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് ഞാനിങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കാൻ പോവാണേ. സൊല്യൂഷൻ സെറ്റ് ഞാൻ ടേബിളിലാക്കാൻ പോകും. ഞാൻ പറഞ്ഞല്ലോ, എക്സിനും വൈക്കും കൊടുക്കുന്ന വാല്യൂസ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്, അതാണ് ഈ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ സെറ്റാണ് കേട്ടോ ഇത്. ഞാൻ അതിന് ബോക്സ് വരച്ചെഴുതി, ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നതാണ്. ഓക്കെ, ലിസൺ ഹിയർ. ഇതിനകത്താണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ എക്സിന് ഞാൻ ഓരോന്നും ഇങ്ങനെ എഴുതുവാണ്. വെൻ എക്സ് ഈക്വൽ ടു 0, ഇതിനകത്ത് ഞാൻ എക്സിന് 0 കൊടുക്കുവാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? എക്സിന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതുവാണ്, എക്സ് ഈക്വൽ ടു 2y എന്ന. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 0 ഈക്വൽ ടു, എക്സിന് സ്ഥാനത്ത് 0 കൊടുക്കുവാണ്, 0 ഈക്വൽ ടു 2y. ഇതിനകത്തുനിന്ന് എനിക്ക് y കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0/2 ആണ്. ശരിയല്ലേ? വൈയുടെ വാല്യൂ എന്തായിട്ട് മാറും? 0/2 ആണ്. വൈയുടെ വാല്യൂ എന്തായിട്ട് മാറും? 0/2 ആണ്. 0/2 എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡിവിഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 0നെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത്? 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, എക്സിന് ഞാനൊരു വാല്യൂ കൊടുത്തു. ഏത് വാല്യൂ? 0. എക്സ് 0 കൊടുത്തപ്പോൾ വൈ എനിക്ക് എന്ത് കിട്ടി? ബട്ട് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ 0. മനസ്സിലായോ? അപ്പോൾ ഈ സൊല്യൂഷൻ സെറ്റിൽ ഞാൻ എഴുതാൻ പോവാണ് എന്ത്? എക്സിന് 0 ഞാൻ കൊടുത്തു, അപ്പോൾ വൈ എന്ത് കിട്ടി?
0 കിട്ടി. ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ എഴുതുവാണ്. എന്ത്? ഞാൻ എക്സിന് 1 കൊടുക്കുന്നത് വിചാരിക്കാം. എക്സിന് ഞാൻ 1 ആണ് കൊടുക്കുന്നത്. ഗോട്ട് ഇറ്റ്. വെൻ എക്സ് ഈക്വൽ ടു 1, ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാവേ. എനിക്ക് ഫ്രാക്ഷൻ വരുത്താൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ അതനുസരിച്ച് ഞാൻ കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ ഇവിടെ എക്സിന് 2 കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. വെൻ എക്സ് ഈക്വൽ ടു 2, എക്സിൻ്റെ സ്ഥാനത്ത് കൊണ്ട് ഞാൻ 2 കൊടുക്കാൻ പോകും. ഇതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാൻ പോകും. അപ്പോൾ 2 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 2 ഈക്വൽ ടു 2y. ശരിയല്ലേ? ഇതിനകത്തു നിന്ന് എനിക്ക് 2 ഈക്വൽ ടു 2y എന്ന് പറയുന്നതിന് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 2y ഈക്വൽ ടു 2 ഒന്നായിരുന്നു. അടുക്ക് ഈക്വൽ ടു സൈൻ അല്ല കിടക്കുന്നത്. ഗോട്ട് ഇറ്റ്. ഇപ്പോൾ 2y ഈക്വൽ ടു 2 എന്ന് ഞാൻ എഴുതി. ഇത് തന്നെയായി എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തുനിന്ന് എനിക്ക് y കണ്ടുപിടിക്കാൻ പറ്റും. y ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2. ഈ 2 ഇങ്ങനെ അപ്പുറത്ത് പോയി കഴിയുമ്പോൾ ഡിവിഷനായിട്ട് മാറുമല്ലോ. 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. കണ്ടോ? ഇവിടെ എക്സിന് ഞാൻ 2 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ എനിക്ക് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ സൊല്യൂഷൻ സെറ്റിൽ കൊണ്ട് എനിക്ക് എഴുതാം. എന്ത്? എക്സിന് ഞാൻ ഇവിടെ 2 കൊടുത്തപ്പോൾ വൈയുടെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇങ്ങനെ ഇഷ്ടം പോലെ കുറഞ്ഞ ഒരു 4 സൊല്യൂഷൻ സെറ്റ് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4 കണ്ടുപിടിക്കുക കേട്ടോ. ഇഷ്ടമുള്ള വി ക്യാൻ ഫൈൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അപ്പോൾ ഇഷ്ടമുള്ള ഒരു 4 എണ്ണം കണ്ടുപിടിക്കുക. ഇനി ഞാൻ എക്സിന് ഇവിടെ 6 കൊടുക്കുവാന്ന് വിചാരിക്കാം. എക്സിന് ഞാനിവിടെ 6 കൊടുക്കാൻ പോവാണ്. ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം കേട്ടോ. വെൻ എക്സ് ഈക്വൽ ടു 6, എക്സിന് ഞാൻ ഇവിടെ 6 കൊടുക്കാൻ പോവാണ്. നോക്കുക, എക്സിന് 6 കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പറയണേ. എക്സിന് 6 കൊടുക്കാൻ പോകും. ഇവിടെ 6 ഈക്വൽ ടു 2y എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 2y എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 2y ഈക്വൽ ടു 6, രണ്ടും ഒന്ന് തന്നെയല്ലേ? 6 ഈക്വൽ ടു 2y എന്ന് പറയുന്നതും 2y ഈക്വൽ ടു 6 എന്ന് പറയുന്നത് രണ്ട്. കാരണം എന്താണ്? നടുക്ക് ഈക്വൽ ടു കിടക്കുന്നത്. അതുകൊണ്ട് ആ പൊസിഷൻ അങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് 2y ഈക്വൽ ടു 6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 2y ഈക്വൽ ടു 6. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. y ഈക്വൽ ടു ഈ RHSൽ 6 ആദ്യം എഴുതി ഇൻറ്റു 2 എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. വൈയുടെ വാല്യൂ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3 കിട്ടി. എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമ്മുടെ ഈ ഇക്വേഷനകത്ത് എക്സിന് ഞാൻ 6 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 3 കിട്ടി. ഉണ്ടോ? വെൻ എക്സ് ഈക്വൽ ടു 6 വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ ഈസ് 3. അപ്പോൾ ഞാൻ ഇവിടെ സൊല്യൂഷൻ സെറ്റിൽ എഴുതാൻ പോവാണേ. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുത്തത്? 6 കൊടുത്തപ്പോൾ വൈ എന്താ കിട്ടിയത്? 3 കിട്ടി. ഗോട്ട് ഇറ്റ്. വീണ്ടും ഞാൻ എക്സിന് ഇവിടെ 4 കൊടുക്കുവാണ്. ഈ ഇക്വേഷൻ സെറ്റിനകത്ത് കൊണ്ടുപോയി ഇക്വേഷനകത്ത് കൊണ്ടുപോയി എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുവാണ്. അപ്പോൾ എക്സിന് 4 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 4 ഈക്വൽ ടു 2y. ഗോട്ട് ഇറ്റ്. എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുമ്പോൾ 4 ഈക്വൽ ടു 2y. ഇതിനകത്ത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമേ അല്ലേ? അതായത് 2y ഈക്വൽ ടു 4 എന്ന് ഞാൻ എഴുതി. therefore y ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇങ്ങൊക്കെ തോന്നുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ഉണ്ടോ? എക്സിന് ഞാൻ 4 കൊടുത്തപ്പോൾ വൈക്ക് ഏത് വാല്യൂ കിട്ടി? 2 കിട്ടി. അപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ സെറ്റിനകത്ത് കൊണ്ട് എഴുതാൻ പോവാം. വെൻ എക്സ് ഈക്വൽ ടു 4 വാല്യൂ ഓഫ് വൈ ഈസ് 2. ഉണ്ടോ? ഇങ്ങനെയാണ് എന്ത്? ഒരു ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ തന്നാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കുന്നത്. ഗോട്ട് ഇറ്റ്. ഇങ്ങനെയാണ് സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ സൊല്യൂഷൻ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്താണെന്നറിയാമോ? നമ്മൾ ഈ സൊല്യൂഷൻസ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് തൊട്ട് മുന്നിലത്തെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഇത് സൊല്യൂഷൻ സെറ്റാണ് അല്ലേ? സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് കോർഡിനേറ്റ് ആക്കി എഴുതാൻ പറ്റും. 0 0 2 1 6 3 4 2. അതായത് കോർഡിനേറ്റ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? 0 0 അടുത്തത് 2 1 അടുത്തത് 6 3 അടുത്തത് 4 2. ഇത് റെപ്രസെൻ്റ് ചെയ്യും. ഇതിപ്പോൾ 4 ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. വി ക്യാൻ ഫൈൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കേട്ടോ. അപ്പം അടുത്ത നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ 4 സൊല്യൂഷൻസും അല്ലെങ്കിൽ ഈ 4 കോർഡിനേറ്റും കാർട്ടീഷ്യൻ പ്ലെയിനിൽ പോയി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യും.
അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ പഠിക്കാനുള്ള സൊല്യൂഷൻ സെറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. ഗോഡ് ഇറ്റ്. ഏറ്റവും കുറഞ്ഞത് മിനിമം 4 സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കണം. 4 സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ഗോഡ് ഇറ്റ്. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. സ്റ്റുഡൻസ് ബോർഡിലോട്ട് നിങ്ങൾ നോക്കൂ. ഇവിടെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ സെറ്റ് ഞാൻ സൊല്യൂഷൻ സെറ്റ് ടേബിളിലും കോർഡിനേറ്റ് ആക്കി ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. 0 0 ഉണ്ട്, കോർഡിനേറ്റ് ആക്കി എഴുതി. 2 1 6 3 4 2. ഇനി ഈ കോർഡിനേറ്റ് എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ്. നോക്കി 0 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? എക്സ് കോർഡിനേറ്റും 0 വൈ കോർഡിനേറ്റും 0. അതെവിടാന്നാ പറഞ്ഞത്? ഇത് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് കേട്ടോ. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ, വൈ ഡാഷ് കേട്ടോ, വൈ ഡാഷ് കേട്ടോ. അപ്പം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. നോക്കി, ഫസ്റ്റ് കോർഡിനേറ്റ് 0 0 ആണ്. 0 0 ഏതാന്നാ പറഞ്ഞത്? ഒറിജിനകത്ത് ഇവിടെ ഇതാണ് 0 0. ഈ നടുക്ക് ഇതാണ് 0 0. അപ്പം ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതുവാണ്. ഇതാണ് 0 0. ഈ പോയിന്റാണ്, കാണുന്നുണ്ടോ? ഈ പോയിന്റ്, നടുക്കത്തെ ഈ പോയിന്റ്. അതായത് നമ്മുടെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 0 0 എന്ന് പറയുന്ന ഈ കോർഡിനേറ്റ്. ഗുഡ് ഇറ്റ്. ഇനി അടുത്ത പോയിന്റ്, ഇതാണ് പോയിന്റ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇനി 2 1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചിലവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. 2 1 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 2 ആ. ഈ 2 എന്ന് പറയുന്ന ആള് എവിടെ, ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? ഈ ആക്സിസിലാണ് കിടക്കുന്നത്. നോക്കണം, ഈ ആക്സിസിലാണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 2വിൻ്റെ സൈൻ പോസിറ്റീവാണ്. പോസിറ്റീവ് കിടക്കുന്നത് ഇവിടെ 2 ആ. ഈ 2 എടുക്കുന്നത്. ദെൻ 1 എന്ന് പറയുമ്പം വൈ ആക്സിസിലുള്ളതാണ് 1. വൈ ആക്സിസിലുള്ളതാണ് 1. വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ് പോയിന്റാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. വൈ ആക്സിസിലാണ് 1 കിടക്കുന്നത്. ആ 1ൽ പോസിറ്റീവ് ഇങ്ങോട്ടാണ് വരുന്നത്, ഇത് നെഗറ്റീവാണ്. ഈ 2 1 എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവാണ്. ആദ്യത്തെ നമ്മൾ ഈ പോയിന്റ് ആയിരുന്നു അല്ലേ? 2 1ലെ 2, എക്സ് ആക്സിസിലെ 2, വൈ ആക്സിസിലെ 1. ഓക്കെ, എക്സ് ആക്സിസിലെ 2ഉം വൈ ആക്സിസിലെ 1ഉം കൂടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലം പോയിന്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ. ഈ 2 പോയിന്റും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്നത് കണ്ടോ? അതെ, ഈ സ്ഥലമാണ്, ഈ പോയിന്റാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇയാളാണ് ആര്? 2 1. 2 1 എന്നിങ്ങനെ സൈഡിൽ ചെറുതായിട്ട് എഴുതണം അവിടെ. ഇതാണ് 2 1. ഈ പോയിന്റാണ് 2 1. 2 1ൻ്റെ പ്ലേസ് അവിടാണ്. ഇനി അടുത്ത ആരാണ്? 6 3 ആണ്. 6 3 ആണ്. 6 3 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 6 ആ. അതെ, പോസിറ്റീവ് 6 ആ. എക്സ് കോർഡിനേറ്റ് 6ഉം വൈ കോർഡിനേറ്റ് 3ഉം വരുന്നത്. 3 ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 2 പോയിന്റും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 3 അങ്ങ് വരയ്ക്കാം. എഴുതുന്ന തിരിഞ്ഞു പോകരുത്. എക്സ് ആണ് ആദ്യം എടുക്കുന്നത് കണ്ടോ? 6 then 3 രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാ. ഈ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സർക്കിൾ വരണം, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇയാളാണ് ആര്? 6 3. ഞാനിങ്ങനെ എഴുതി 6 3 എന്ന് എഴുതി. 6 3 കാണാൻ പറ്റുന്നുണ്ടോ? 6 3 ഇയാളാണ് ആര്? 6, 3. ഇനി അടുത്ത എന്താണ്? 4 2. 4 2 എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 2. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ ക്വാഡ്രന്റ് വരുന്നത്. ഈ ക്വാഡ്രന്റിൽ കോർഡിനേറ്റിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവായിട്ട് വരുന്ന കോർഡിനേറ്റുകളെല്ലാം ഈ ക്വാഡ്രന്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ സെറ്റ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ കോർഡിനേറ്റ് എല്ലാം എവിടെ വരുന്നത്? ഈ ക്വാഡ്രന്റിൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ 4 2 ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ 4 2 എന്ന് പറയുമ്പോൾ 4 ദേ ഇവിടെ പോസിറ്റീവ് 4, ദെൻ 2 ദേ ഇവിടെ വരുന്നത്. അപ്പോൾ 4 ആദ്യം വരച്ചിട്ട് 2 വരയ്ക്കാം. ഇപ്പോഴും അങ്ങനെ വരച്ച് ശീലിക്കണം കേട്ടോ. 4 ആദ്യം വരച്ചിട്ട് 2. മനസ്സിലാകാൻ വേണ്ടി അത് കംപ്ലീറ്റ് അവിടെ മുട്ടിക്കണമെന്നില്ല, അത് ഇത് കണ്ടാൽ മതി. ഇതാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഇത് ഉണ്ടോ? ഇതാണ് ആര്?
4,2 ഈ പോയിൻ്റാണ്. ഇത്രയും നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ നോക്കിക്കേ, നമ്മളുടെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. x - 2y = 0 എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ 4 സൊല്യൂഷൻ സെറ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ പോയിന്റുകളെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാം. എന്താണ്? ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ഓൾ ദീസ് കോർഡിനേറ്റ്സ്. ഗോട്ട് ഇറ്റ്. അപ്പം ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് വരയ്ക്കാൻ പോവാണ്? ഒരു ലൈൻ വരയ്ക്കാൻ പോവാം. ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഉണ്ടോ? ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു. ഉണ്ടോ? ലൈൻ ആയതുകൊണ്ട് ഞാൻ ആരോ മാർക്ക് 2 സൈഡിലും കൊടുത്തു. ഗോട്ട് ഇറ്റ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഏത് ലൈനാ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന x - 2y എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് മീനിങ് എന്താ? ഇതൊരു ഇക്വേഷനാണ്, ലൈൻ ഓഫ് ഇക്വേഷനാണ്. ഈ ലൈനിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ ഇക്വേഷൻ്റെ പേര് സൈഡിൽ എഴുതണം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഏതാ? x - 2y = 0. എപ്പോഴും വരച്ചു കഴിഞ്ഞിട്ട് ആ ലൈനിൻ്റെ നേരെ അതിൻ്റെ ഇക്വേഷനും കൂടി എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഈ ലൈനിൽ ഇതിലും കൂടുതൽ പോയിന്റ്സ്, ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട് ഒരു ലൈനിൽ, നമുക്കറിയാം അല്ലേ? എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഈ ഒരു ഇക്വേഷനകത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇഷ്ടം പോലെ പോയിന്റ്സ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം നീറ്റായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം ഇത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആ സൊല്യൂഷൻസിന് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ എന്തായിട്ട് മാറ്റി എഴുതി? ലീനിയർ ഇക്വേഷനെ 2 വേരിയബിളായിട്ട് മാറ്റി എഴുതി. സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിച്ചു. ദെൻ ആ സൊല്യൂഷൻ സെറ്റിനെ ഞാൻ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തു. ആ പ്ലോട്ട് ചെയ്ത കോർഡിനേറ്റ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. ഗോട്ട് ഇറ്റ്. Okay, this is a line of equation x - 2y = 0.